എന്തുകൊണ്ടാണ് കാത്തലിക് ബൈബിളിൽ 73 പുസ്തകങ്ങളും പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളിൽ 66 പുസ്തകങ്ങൾ ഉള്ളത് എന്നുള്ളത് നമ്മളും അറിഞ്ഞിരിക്കണം. അറ്റ് ദ സെയിം ടൈം പെന്തക്കോസ്തുകാരും പ്രൊട്ടസ്റ്റൻ്റുകാരും ഈ സത്യം അറിയട്ടെ. എല്ലാ കത്തോലിക്കരും എല്ലാ പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ്ത് സഭക്കാരും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യത്തെയാണ് ഈ മാന്യ അദ്ദേഹം വിവരിക്കാൻ പോകുന്നത്. വേറിട്ട ചിന്തയുടെ എല്ലാ മാന്യ ശ്രോതാക്കളെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനായി, സഹകരണത്തിനായി, പ്രാർത്ഥനയ്ക്കായി വളരെ നന്ദിയുണ്ട്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ഒരു അച്ഛൻ പെന്തക്കോസ്തുകാർ വചനം വ്യാഖ്യാനിക്കുന്നതും പഠിപ്പിക്കുന്നതും എങ്ങനെയാണെന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതിൽ എത്രത്തോളം സത്യസന്ധതയും വചനത്തോട് നീതിയും ഉണ്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ഇന്നിതാ വചനത്തിൻ്റെ വ്യാഖ്യാനമല്ല, ബൈബിളിനെ തന്നെ ഒരു ചർച്ചാ വിഷയമാക്കിക്കൊണ്ടുവരുന്നു. ഞാൻ പ്രാരംഭത്തിൽ എൻ്റെ മാന്യ ശ്രോതാക്കളോട് 2 കാര്യം പറയട്ടെ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറയുകയുണ്ടായി. എൻ്റെ സംസാര ശൈലി ഇങ്ങനെയല്ല. സംസാര ശൈലി എന്ന് ഉദ്ദേശിച്ചത് എനിക്ക് സ്ട്രോക്ക് വന്നതുകൊണ്ട് ചില വാക്കുകളൊക്കെ എനിക്ക് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതല്ല പറഞ്ഞ് പൊതുവെയുള്ള അവതരണ ശൈലി. ഞാൻ ഏകദേശം 180-ലധികം വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ അച്ഛന് മറുപടി കൊടുക്കുന്ന സമയത്ത് എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടിട്ടുള്ളവർക്കറിയാം. ഒരു സഹോദരൻ എനിക്ക് കമൻറ്റ് ചെയ്യുകയുണ്ടായി, താങ്കൾ രക്ഷിക്കപ്പെട്ട ഒരാൾ സംസാരിക്കുന്ന പോലെയല്ല എന്ന്. ഒരു പക്ഷേങ്കിൽ ഞാനതിനെ നിഷേധിക്കുന്നില്ല, ശരിയായിരിക്കാം. നമുക്ക് സ്നേഹവാനായ യേശുവിനെ അറിയാം. യേശുവിൻ്റെ കാരുണ്യമേറിയ സംസാരവും പ്രവൃത്തിയും നമുക്കറിയാം. പക്ഷേ ദേവാലയത്തിൽ കടന്നു ചെന്നിട്ട് ഒരുപാട് കമൻറ്റ് ചെയ്ത ആ സഹോദരൻ്റെ വീക്ഷണത്തിൽ ഒരു രക്ഷിക്കപ്പെട്ടവൻ്റെ ശൈലിയൊന്നുമല്ല യേശുവിടെ കാണിച്ചത്. യേശുവിന് അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? അതിൻ്റെ കാര്യമുണ്ട് സഹോദര. ആ കമൻറ്റ് ചെയ്ത മാന്യ സഹോദരൻ എന്നെ കേൾക്കുന്നുവെങ്കിൽ ലോകത്തിൽ ഏതൊരു വിഷയമാകട്ടെ യേശു അവരുമായി കോംപ്രമൈസ് ചെയ്യുമായിരുന്നു ഒരു പക്ഷേങ്കിൽ. പക്ഷേ ദൈവത്തെ ആരാധിക്കേണ്ട ഇടമായ ആരാധന ആലയത്തെ വ്യാജ കച്ചവടത്തിൻ്റെ കേന്ദ്രമാക്കി കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയപ്പോൾ ദൈവമായി ഇരുന്നവൻ ഭൂമിയിലേക്ക് വന്ന യേശുവിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സാധാരണക്കാർ പോലും ചെയ്യില്ലാത്ത നിഷ്ഠൂരമായ പ്രവൃത്തി അവിടെ ചെയ്തു. ആ പ്രാവിനെ ഒരു പക്ഷെങ്കിൽ വിറ്റിട്ട് വേണം ആ ബിസിനസ്സുകാരൻ അന്ന് വീട്ടിൽ പോയി കഞ്ഞി വെച്ച് കുടിക്കുവാൻ. ഒരു കുടുംബത്തെ പട്ടിണിയാക്കത്തക്ക വിധത്തിൽ അവൻ്റെ സകല സമ്പാദ്യവും കൊണ്ട് അവൻ വാങ്ങിച്ച പ്രാവുകളായിരിക്കണം. അവകളെ കൂട് തുറന്ന് പുറത്തേക്ക് വിട്ട്. അത്രയ്ക്കും ക്രൂരമായ പ്രവൃത്തിയൊന്നും ഞാൻ ചെയ്തില്ല സഹോദര. സത്യവചനത്തെ വികലമാക്കി വ്യാഖ്യാനിച്ചപ്പോൾ ഒരാത്മാവിൻ്റെ വില എന്തെന്നറിയാമല്ലോ. സർവ്വലോകത്തേക്കാൾ വിലയുള്ളൊരാത്മാവിനെ, ആത്മാക്കളെ, ജനലക്ഷങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്ന വിധത്തിൽ, അതും സത്യാരാധകരായ ദൈവജനത്തെ പരിഹസിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഈ മനുഷ്യനെ ഇതിൽ കൂടുതലൊന്നും ബഹുമാനിക്കാൻ ഞാൻ അത്രയ്ക്ക് മാനസാന്തരപ്പെട്ടവരൊന്നും അല്ല സഹോദര. എൻ്റെ ഓരോ ശ്രോതാക്കൾക്കും ഞാൻ വളരെ ബഹുമാനവും ആദരവും സ്നേഹവും കാണിക്കുന്നു. എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുള്ളവർക്കറിയാം. എന്നെ ചീത്ത പറയാൻ വിളിച്ചവർ പോലും എൻ്റെ സുഹൃത്തായി ഫോൺ വെച്ചത്. അത് പോകട്ടെ, ഞാൻ അങ്ങനെ വലിയ മഹത്കാര്യമൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ അടുക്കൽ ഞാൻ ആ ശൈലിയിൽ ഇറക്കിയത് എൻ്റെ ശൈലിയല്ല. അച്ഛനത് ആരോ കമൻ്റ് ഇട്ടതുപോലെ വടി കൊടുത്ത് അടി വാങ്ങിയതാണ്. ഞാൻ അങ്ങനെ ആരെയും അടിക്കാറില്ല. പിന്നെ വടി കൊണ്ട് കൈ ചെന്നിട്ട് എനിക്കിട്ടൊന്ന് അടിക്കട എന്ന് പറഞ്ഞാൽ കുറേ പ്രാവശ്യം കഴിയുമ്പോൾ ചിലപ്പോൾ അടിച്ചെന്നിരിക്കും. അതിനുള്ള മാനസാന്തരമൊക്കെ എനിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചിട്ട് നമ്മുടെ പഠന വിഷയത്തിലേക്ക് ഇറങ്ങി വരാം. കഴിഞ്ഞൊരു ദിവസം നിലമ്പൂരിൽ നിന്നൊരു സഹോദരൻ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ ആ വാക്യം ശരിയാണ്, നിങ്ങളെന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ഏത് വാക്യം? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് ബൈബിളിലുള്ളതല്ലേ? ഞാൻ പറഞ്ഞു, ഉണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
വായിച്ചിട്ടുണ്ട്. എന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാമോ? അതെന്തിനാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത്? അല്ല, ഒന്ന് വായിച്ച് കേൾപ്പിച്ച് ഞാനത് വായിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ചിട്ടെങ്കിൽ നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങൾ വായിക്കാത്ത കൊണ്ട് കുഴപ്പമാണ്, നിങ്ങൾ ബൈബിൾ തുറന്ന് നോക്കാത്ത കുഴപ്പമാണ്. അപ്പോൾ എന്നെ കുറേ പഴിചാരി. ഞാൻ പറഞ്ഞ സഹോദര, സ്നേഹത്തോടെ പറഞ്ഞു, നിങ്ങളൊന്ന് വായിച്ച് നോക്കിയേ. ഞാൻ ഇന്നലെ കൂടെ വായിച്ചതാണല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ വായിക്കുന്നതെന്നായി. ഞാൻ പറഞ്ഞു ഇന്നലെ വായിച്ചു, ഇന്ന് വായിച്ചോ? ഇപ്പം മിണ്ടുന്നില്ല. ഇപ്പോഴൊന്ന് വായിക്കാമോ? അന്നേരം അദ്ദേഹം കൊണ്ട് വളരെ കശർത്ത് കയറുക. ഞാൻ സാവധാനത്തിൽ പറഞ്ഞ സഹോദരനോട് തുടർന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കും. ഞാൻ ബൈബിൾ തുറന്നു വെച്ചിട്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ബൈബിൾ എടുത്ത് വായിച്ചു. ഓ സോറി എന്ന് പറഞ്ഞു. അത് സോറി പറഞ്ഞിട്ട് പിന്നെയും പറയുക, ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടല്ലോ. ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലും സകലം അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് ശരി തന്നെയാണ്, യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് ആര് പറഞ്ഞാൽ? യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല. അച്ഛനാണോ കൊടുത്തതെന്ന് ഞാൻ ചോദിച്ചത് തന്നെയാണ്. കാരണം ബൈബിളിൽ അങ്ങനെ ഇല്ല. അങ്ങനെ ഇല്ല എന്ന് കണ്ടിട്ട് പോലും എന്നോട് മനഃപൂർവ്വം തർക്കിക്കുവാൻ വയനാട്ടിൽ നിന്ന് വിളിച്ച സഹോദരൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മറ്റോടെന്ന് കണ്ടുകൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആർക്കും വിളിക്കാം, സംസാരിക്കാം. സ്നേഹസംവാദമോ സ്നേഹ സംഭാഷണമോ സംശയ ദൂരീകരണമോ സംശയം ചർച്ച ചെയ്യലോ നടത്താം. പക്ഷേ മനഃപൂർവ്വം വഴക്കുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ വിളിച്ചാൽ സോറി, എനിക്ക് സമയമില്ല. ശരി, നമുക്ക് ചിന്തയിലേക്ക് കിടക്കാം. ഈ സഹോദരൻ കത്തോലിക്ക ബൈബിളും മറ്റ് പ്രൊട്ടസ്റ്റൻ്റ് സഭകളും ഉപയോഗിക്കുന്ന ബൈബിളും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് താൻ യഥാർത്ഥ സഭ, സത്യസഭ, കത്തോലിക്ക സഭയാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോയാണ് എൻ്റെ ശ്രോതാക്കളിൽ ആരോ എനിക്ക് അയച്ചു തന്നത്. ഞാൻ ആ വീഡിയോ മുഴുവൻ കേട്ടപ്പോൾ അതിനകത്തുള്ള ഓരോ കമൻറ്റുകൾ വായിച്ചപ്പോൾ സത്യത്തിൽ എൻ്റെ പല വികാരങ്ങളും, അതായത് ദൈവവചനത്തോടുള്ള സ്നേഹത്തിൻ്റെ വികാരങ്ങൾ പല നിലയിലും ജ്വലിച്ചു വന്നു. അവകളൊക്കെ അടക്കി വെച്ച് ചിലത് മാത്രം നിങ്ങളുമായി തുറന്ന് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, ഈ സഹോദരൻ ഈ കാര്യം അവതരിപ്പിക്കുന്നത് ഗ്രീക്കിലാണെന്ന് തോന്നുന്നത്. എനിക്ക് ഗ്രീക്കൊന്നും അറിയില്ല കേട്ടോ. കഷ്ടിച്ച് മലയാളം, പിന്നെ ഇച്ചിരി തട്ടിമുട്ടിക്ക് ഇംഗ്ലീഷും അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഗ്രീക്കിലാണെന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുന്നു, അതേ ഭാഷയിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. താനിടയ്ക്ക് കുറച്ച് ഗ്രീക്ക് കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷൊക്കെ പറയുന്നത് കൊണ്ട് ശ്രോതാക്കളിൽ ആരോ പറഞ്ഞു, ഇത്രയും ഇഫോർട്ട് എടുത്തുകൊണ്ട് ഈ മഹത്കായ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചതിന് സഹോദരൻ വളരെ നന്ദി. മറ്റുള്ള പറഞ്ഞിരിക്കുന്നു, വളരെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു ഇവയെ കണ്ടെത്തി അവതരിപ്പിക്കുന്നതിന് വളരെ നന്ദി. ഞാൻ ഓർത്തുപോയി, ഏതായാലും സഹോദരൻ ഇത്രയും ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ, അതായത് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറേ മുത്തുകളും പവിഴങ്ങളും ഉണ്ടായിരുന്നല്ലോ. അവയൊക്കെ പിറക്കിക്കൊണ്ട് പോരാൻ പാടില്ലായിരുന്നോ? ഈ ചത്തൊടുങ്ങിപ്പോയ കക്ക തൊണ്ട് വാരാനും പായൽ വാരാനും ഒക്കെ ഇത്രത്തോളം ആഴങ്ങളിലേക്ക് ഇറങ്ങണമായിരുന്നു എന്ന് ഞാൻ ഓർത്തുപോയി. ഏതായാലും നമുക്ക് ആ വിഷയങ്ങളൊന്ന് ചർച്ച ചെയ്യണം. കാരണം സത്യവചനം യഥാർത്ഥമായി ജനങ്ങളെ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ ഇത്തരത്തിലുള്ള അവതാരകൾ ഒരുക്കി തരുന്നതിൽ ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കാരണം അവർ പറയുന്നത്, പഠിപ്പിക്കുന്നത് ജനത്തെ കേൾപ്പിച്ചുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യമല്ല, അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയല്ല, അവ ഇങ്ങനെയാണെന്ന തെളിവുകൾ കൂടി അവതരിപ്പിക്കുമ്പോൾ ശ്രോതാക്കൾക്ക് കൂടെ ഇതിൽ വിശ്വസിക്കാനും അംഗീകരിക്കാനും മനസ്സിലാക്കാനും സഹായകരമായിരിക്കും. ഇദ്ദേഹത്തിന് ഈ അറിവ് കിട്ടിയ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ അറിവ് കിട്ടിയത്? നമുക്കതിനെക്കുറിച്ചൊന്ന് കേട്ടിട്ട് ഒന്ന് ചിന്തിക്കാം. ഞാൻ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സിൽ നിന്നാണ്, ഹിസ്റ്ററിയിൽ നിന്നാണ്. ഞാൻ ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനിയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എളുപ്പം നമുക്ക് ഇൻഫർമേഷൻസ് അവൈലബിൾ ആവുന്ന ആപ്പ് ഉപയോഗിക്കാൻ പറയുന്നതിന് കാരണം, ഞാനിപ്പം പറയുന്നു, യുവജന മതബോധന ഗ്രന്ഥത്തിൽ ഇന്ന വിഷയത്തെപ്പറ്റി ഇന്നത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ 10, 200, 300 രൂപ കൊടുത്ത് ഈ പുസ്തകം വാങ്ങിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ആ പുസ്തകം റെഫർ ചെയ്യുക. അതില്ലാത്തവൻ ഈ ChatGPT ഉപയോഗിക്കട്ടെ. CCCയിൽ ഇന്നത് പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ 400 രൂപ കൊടുത്തിട്ട് ഈ CCC ബുക്ക് വാങ്ങിക്കാൻ റെഡിയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, നിങ്ങൾ ChatGPT യൂസ് ചെയ്യേണ്ട. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുസ്തകം വാങ്ങിക്കാൻ POCയിൽ പോകണം. അപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും എളുപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഇൻ്റർനെറ്റ്.
ഇദ്ദേഹം പറയുന്ന വളരെ ഓപ്പൺ സോഴ്സായ എല്ലാവർക്കും അവൈലബിളായ സോഴ്സ്. പണ്ടൊക്കെ ചില കാര്യങ്ങൾ പഠിക്കാൻ ചില ഇടങ്ങളിൽ പോകണമായിരുന്നു, പല ലൈബ്രറികൾ തപ്പണമായിരുന്നു, പല അറിവുകളുള്ളവരുമായിട്ട് സംസാരിക്കണമായിരുന്നു. പക്ഷെ ഇപ്പോഴതൊന്നും വേണ്ട. നമ്മുടെ ഉള്ളം കയ്യിൽ ഒതുങ്ങുന്ന മൊബൈൽ ഫോണിനകത്തുണ്ട് ലോകത്തിലെ സകല വിവരണങ്ങളും. അപ്പോൾ അതിനകത്ത് ജെമിനി എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, അതുപോലെ ഗൂഗിളുണ്ട്. ഇതൊക്കെ ഇത് നമുക്ക് ഒത്തിരി അറിവ് പകർന്നു തരുന്നതാണ്. ഇദ്ദേഹം പറയുന്നത്, നമ്മൾ ജെമിനിയോട് ട്രൂത്ത് എന്താണെന്ന് ചോദിച്ചാൽ ജെമിനി ട്രൂത്ത് പറഞ്ഞു തരും. ഞാൻ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സിൽ നിന്നാണ്, ഹിസ്റ്ററിയിൽ നിന്നാണ്. ഞാൻ ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനിയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എളുപ്പം നമുക്ക് ഇൻഫർമേഷൻസ് അവൈലബിൾ ആവുന്ന ആപ്പ് ഉപയോഗിക്കാൻ പറയുന്നതിന് കാരണം, ഞാനിപ്പം പറയുന്നു, യുവജന മതബോധന ഗ്രന്ഥത്തിൽ ഇന്ന വിഷയത്തെപ്പറ്റി ഇന്നത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ 10, 200, 300 രൂപ കൊടുത്ത് ഈ പുസ്തകം വാങ്ങിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ആ പുസ്തകം റെഫർ ചെയ്യുക. അതില്ലാത്തവൻ ഈ ChatGPT ഉപയോഗിക്കട്ടെ. CCCയിൽ ഇന്നത് പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ 400 രൂപ കൊടുത്തിട്ട് ഈ CCC ബുക്ക് വാങ്ങിക്കാൻ റെഡിയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, നിങ്ങൾ ChatGPT യൂസ് ചെയ്യേണ്ട. രണ്ടാം പതിക കൗൺസിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടാം പതിക കൗൺസിൽ പുസ്തകം വാങ്ങിക്കാൻ POCയിൽ പോകണം. അപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും എളുപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഇൻ്റർനെറ്റ്. ഒന്ന് നമുക്ക് നിന്ന് ചിന്തിക്കാം. സഹോദര, താങ്കൾക്ക് പറ്റിയ അബദ്ധത്തിൻ്റെ അടിസ്ഥാനം ഇവിടെയാണ് വെളിപ്പെടുത്തി കാണിക്കുന്നത്. ദൈവവചനം, അതിൻ്റെ സത്യം, അതിൻ്റെ മർമ്മം എന്തെന്ന് പഠിക്കുവാൻ ജെമിനിയോടല്ല ചോദിക്കുന്നത്. ജെമിനിയോട് ചോദിച്ചാൽ ജെമിനിയിൽ ആരോ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുകൊണ്ട് പറയും. ഇത് പരിശുദ്ധാത്മാവനാൽ എഴുതിയ പുസ്തകമാണ്. നിങ്ങൾക്കറിയാമോ, എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ പോലും ഇത് വായിച്ചിട്ട് അദ്ദേഹത്തിന് ഇത് മനസ്സിലായില്ല. വിദ്യാഭ്യാസമില്ലാത്തവനല്ല കൊട്ടാരത്തിന് ജോലി കിട്ടിയത്. ആ വിദ്യാസമ്പന്നനായ മനുഷ്യന് പോലും വായിച്ചിട്ട് ഫിലിപ്പോസിനോട് പറയുക, ഒരുവൻ പൊരുൾ തിരിച്ചു തരാനില്ലായെങ്കിൽ എങ്ങനെ ഗ്രഹിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനത്തിൻ്റെ മാർമിക സത്യങ്ങൾ പഠിക്കുവാൻ ആശ്രയിച്ചുവെങ്കിൽ അവിടെ നിന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ് AI? ഇന്ന് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മുടെ സ്നേഹിതൻ നമ്മളോട് പറയുന്നവർ, നമ്മുടെ അധ്യാപകൻ നമ്മളോട് പറയുന്നത് പോലെ തിരിച്ചിങ്ങോട്ട് സംസാരിപ്പാൻ കഴിവുള്ള പ്രതിഭകൾ വന്നിരിക്കുകയാണ്. ഈ പ്രതിഭകൾ സംസാരിക്കുമെന്ന് സഹസ്രാണ്ടുകൾക്ക് മുൻപേ അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞപ്പോൾ അതൊക്കെ വായിച്ചിട്ട് ചില ബുദ്ധിശാലികളെന്ന് നടിച്ചവർ ഇത് ബൈബിളിലെ വലിയ അബദ്ധമാണ്, പ്രതിഭ സംസാരിക്കുമോ എന്ന് ചോദിച്ചവർ അവർ മരിച്ചു മൺമറഞ്ഞു പോയി. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ചോദിച്ചവരുടെ ചില പേരക്കുട്ടികൾക്ക് അത് കണ്ണുകൊണ്ട് കാണാനുള്ള അവസരം ഒരുങ്ങി വന്നു. ഈ സംസാരിക്കുന്ന പ്രതിമയെ, അതിനോടാണ് സത്യം എന്താണെന്ന് ചോദിക്കുന്നത്. ഒരു കത്തോലിക്ക സഹോദരനായ താങ്കൾ അത് ചോദിക്കുന്നതിൽ ഞാൻ ഒട്ടും അതിശയോക്തി പ്രകടിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ പറയുന്ന ഗൂഗിൾ ജെമിനി ആപ്പിലിട്ട് ഈസി ട്രൂ എന്ന് പറഞ്ഞാൽ ഫുൾ ട്രൂത്തും ഇവർ പറഞ്ഞു തരും. അല്ല, മറ്റേതെങ്കിലും ഒരു മതക്കാരനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഓർത്തഡോക്സ് സഭയിലെ അച്ഛനാ പറഞ്ഞതെങ്കിൽ, ഒരു വിശ്വാസിയെ പറഞ്ഞതെങ്കിൽ ഞാൻ അതിൽ ഖേദം പ്രകടമാക്കിയാണ്. പക്ഷെ ഒരു കത്തോലിക്ക സഭയിലെ അംഗമായ താങ്കൾ വചനത്തിൻ്റെ സത്യം എന്തെന്നറിയാൻ AIയോട് ചോദിച്ചതിൽ എനിക്ക് ഒട്ടും അതിശയമില്ല. ഏത് വചനത്തിൻ്റെ? 72 പുസ്തകങ്ങൾ അടങ്ങിയ പുസ്തകത്തിൻ്റെ. അതിന് കാരണമുണ്ട്. ഞാൻ ഒരു പക്ഷേങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ അവതരണം 2 എപ്പിസോഡുകളായിരിക്കും. ചിലർക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ്, പക്ഷെ പലർക്കും അത് ഗുണമാണ് 2 എപ്പിസോഡായി ചെയ്യുന്നത്. അപ്പം അറിയുവാനും കേൾക്കാനും താല്പര്യമുള്ളവർ തൊട്ടടുത്ത എപ്പിസോഡ് തുടർന്ന് കേൾക്കുക. ഞാൻ പറഞ്ഞു വന്നത്, കത്തോലിക്ക മതവിശ്വാസിയായ താങ്കൾ AIയെ ആശ്രയിച്ച് വചനത്തിൻ്റെ സത്യം അറിയുവാൻ ഗ്രഹിക്കുന്നതിൽ യാതൊരുവിധ അതിശയവുമില്ലെന്ന് പറയാൻ കാരണം, ഈ വെളിപ്പാട് പുസ്തകത്തിൽ
ഒരു മൃഗത്തിൻ്റെ പ്രതിമയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു പ്രതിമ, മൃഗം, ഒരു പക്ഷേ സ്വഭാവം കൊണ്ടാണോ ആകൃതി കൊണ്ടാണോ അത് സംസാരിക്കുമത്രേ, സംസാരിക്കും. ആ മൃഗത്തിൻ്റെ പേരിനൊരു സംഖ്യയുണ്ട്. ആ സംഖ്യ 666. ഇതാണ് എതിർ ക്രിസ്തുവായി വരുവാൻ പോകുന്ന സാധനം. ഇനി നമുക്ക് അന്ന് പ്രവാചകൻ ആത്മാവിൽ അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞ ആ ഒരു കാര്യം, പ്രതിമ സംസാരിക്കുമെന്ന് പറഞ്ഞ കാര്യം ഇന്ന് നമ്മുടെ കൺമുമ്പിൽ നാം കണ്ടുവരുന്നു എങ്കിൽ ആ മൃഗത്തിൻ്റെ പേരിൻ്റെ സംഖ്യ എന്ന് പറയുന്നതിനെക്കുറിച്ചും നമുക്ക് അല്പം ഒന്ന് ചിന്തിച്ച് നോക്കാം. പേരിനെവിടെയാണ് സംഖ്യ ഇരിക്കുന്നത്? നമ്മുടെ ന്യൂമറോളജി അനുസരിച്ച് എല്ലാ പേരുകൾക്കും അവർ ഒരു സംഖ്യ കൽപ്പിക്കുന്നുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പേരിന് DAVID എന്നാണല്ലോ. ഡിക്ക് 4 വാല്യൂ കൊടുക്കുന്നു. 4 കാരണം ABCD. എയ്ക്ക് 1 കൊടുക്കുന്നു. മനസ്സിലായല്ലോ? എ ഒന്നാമത്തതാണ്. അത് നമ്മൾ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് 1, 2, 3, എയ്ക്ക് 1, ബിക്ക് 2, സിക്ക് 3, ഡിക്ക് 4. എന്നാൽ അക്ഷരങ്ങൾക്ക് വാല്യൂ ഉള്ള ഒരു അക്ഷരമെന്ന് പറയുന്നത് റോമൻ കണക്കനുസരിച്ചാണ്. നമ്മളുടെ ABCDയിൽ നമ്മൾ കൽപ്പിക്കുന്ന പോലെ എല്ലാ അക്ഷരങ്ങൾക്കും വിലയില്ല. നമുക്കറിയാം, V എന്ന് എഴുതിയാൽ അത് 5ആണ്, I ഇട്ടാൽ 1ആണ്, X 10ആണ്. നമ്മുടെ ന്യൂമറോളജി അനുസരിച്ച് X എത്ര വരും? 22 21 വരും. അപ്പോൾ ഇങ്ങനെ വാല്യൂ ഉള്ള ഒരു കണക്ക് സംവിധാനം റോമൻ ലെറ്ററാണ്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, കത്തോലിക്ക സമൂഹം ഒരുപോലെ ബഹുമാനിക്കുന്ന സർവാധികാരിക്കുണ്ടല്ലോ, പോപ്പ്. അദ്ദേഹം ശിരസിൽ അണിഞ്ഞിരിക്കുന്ന തൊപ്പിക്ക് 3 തട്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ പഠനത്തിൽ എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 തട്ടുകൾ 3 തലങ്ങളെ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം ദൈവവും മനുഷ്യനുമായി ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥാനത്തെയാണ് കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ തൊപ്പിയിൽ 3 പദങ്ങൾ ചേർന്ന ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. അത് വിക്കാറിയസ് ഫില്ലി ഡൈ എന്നാണ് ഈ ലാറ്റിൻ വാക്ക്. അതിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ വിലയുണ്ട്. നമ്മളുടെ ഈ കാണുന്നത് പോലെ വിക്ക് 5, ഐക്ക് 1. വളരെ ശ്രദ്ധിച്ചു നോക്കുക. ഇങ്ങനെ വിക്കാറിയസ് ഫില്ലി ഇഡായ് എന്ന് പറയുന്ന ആ 3 പദങ്ങൾക്കും അതിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ വിലയുണ്ട്. ആ ഓരോ വിലകളും നമ്മൾ കൂട്ടി അവസാനം അതിന് കിട്ടുന്ന ഉത്തരം 666 ആണെന്നുള്ള കാര്യം നിങ്ങൾക്കാർക്കെങ്കിലും നിഷേധിക്കാമോ? ഇത് ഞാനായിട്ട് അവതരിപ്പിക്കുന്നതല്ല. നിങ്ങൾക്കാർക്കെങ്കിലും നിഷേധിക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. നിഷേധിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, 1, പോപ്പിൻ്റെ തൊപ്പിയിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല എന്ന് തെളിയിക്കുക. 2, ഞാൻ ഈ പറഞ്ഞതുപോലെ വിക്ക് 5ഉം എക്സിന് 10ഉം ഐക്ക് 1ഉം എന്ന് പറയുന്നൊരു വാല്യൂ ആ അക്ഷരങ്ങൾക്കില്ല എന്ന് തെളിയിക്കുക. ഇവ രണ്ടും തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം വളരെ സത്യമാണ്. അപ്പോൾ പേരിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് ഒരേ ഒരു ഭാഷയിൽ മാത്രമേ ഉള്ളൂ. ആ ഭാഷയിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഒരു പരമാധികാരിയുടെ തൊപ്പിയിൽ എഴുതിയിട്ടുള്ള പദത്തിൻ്റെ അർത്ഥമാണെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നേരെ പോയി കണ്ടതല്ല, പുസ്തകങ്ങളിൽ വായിച്ചും ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഇൻ്റർനെറ്റിലും കണ്ടാണ് ഞാനിത് മനസ്സിലാക്കിയത്. എന്നാൽ ഇൻ്റർനെറ്റിൽ കണ്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ഈ ലോകത്തിലെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഞാൻ സാധാരണ പറയാറുള്ള കാര്യമുണ്ട്, there may be history behind the word of God.
ദൈവവചനത്തിന് പിന്നിൽ ഒരു ചരിത്രം ഉണ്ടായേക്കാം. ബട്ട് ദർ ഇസ് എ മിസ്റ്ററി ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തിൽ ഒരു മർമ്മമുണ്ട്. നമുക്ക് ഹിസ്റ്ററിയാണ് വേണ്ടത്, മിസ്റ്ററിയാണ് വേണ്ടത്. നമ്മൾ ഹിസ്റ്ററി മുഴുവൻ ഈ ലോകത്ത് പഠിക്കുമ്പോൾ മിസ്റ്ററി നമ്മൾ ഉയരത്തിന് പ്രാപിക്കുന്നതാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. നമ്മുടെ ഈ കർത്താവ് ശിഷ്യന്മാരെ ശേഖരിക്കുന്ന സമയത്ത് കടൽ തീരത്ത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന അക്ഷരാഭ്യാസമില്ലാത്ത 4 പേര് പിടിച്ചുകൊണ്ട് പോകുന്നു ശിഷ്യന്മാരാക്കുവാൻ. എന്നാൽ ഗമാലിയേലിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല വിദ്യ അഭ്യസിച്ച വിദ്യാസമ്പന്നനായ ഒരു മിടുക്കനായ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശൗൽ എന്നാണ്. എന്തുകൊണ്ട് കർത്താവ് ശൗലിനെ പിടിച്ചില്ല? ശൗലിനെ പോലെ ന്യായപ്രമാണത്തിൽ അറിവും പാണ്ഡിത്യമുള്ള ഒരാളാണ് അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. പക്ഷേ ഈ ശൗലിനെ കർത്താവ് പിന്നത്തേതിൽ കൂട്ടത്തിൽ കൊണ്ടു നടന്ന 12 ശിഷ്യന്മാർ, യൂത പോകട്ടെ, 11 ശിഷ്യന്മാർക്കും കാണിച്ചു കൊടുക്കാത്തത് കാണിച്ചു കൊടുത്ത്, അറിയിച്ചു കൊടുക്കാതിരുന്നത് അറിയിച്ചു കൊടുത്ത്, വെളിപ്പെടുത്തി കാണിക്കാതിരുന്നത് വെളിപ്പെടുത്തി കാണിച്ചിട്ട് ദൈവം ഈ ശൗലിനെ കൊണ്ട് വലിയൊരു ദൗത്യം ചെയ്യിപ്പിച്ചു. ഇന്ന് നമ്മളൊക്കെ പാലിക്കുകയും പ്രമാണിക്കുകയും പ്രസംഗിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ 13-14 ലേഖനങ്ങൾ ഈ ശൗലിനെ കൊണ്ട് എഴുതിച്ചേ. എൻ്റെ ചോദ്യം, ഇത്രയ്ക്കും മിടുക്കനായ ഒരു ശൗലെന്നുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് പത്രോസിനെ പോലെയുള്ളവരെ ശേഖരിച്ചപ്പോൾ ഈ ശൗലിനെ എന്തുകൊണ്ട് കർത്താവ് എടുത്തില്ല? കർത്താവ് കണ്ടൊരു കാര്യമുണ്ട്. എടാ ശൗലെ, നീ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. നീ പഠിച്ച് ഭയങ്കര ഹീറോ ആയിരിക്കുകയല്ലേ. നിന്നെ ഞാനൊരു ദിവസം പിടിച്ച് ദമസ്കോസിൻ്റെ വാതിക്കലിട്ട് നിൻ്റെ കണ്ണ് ഞാനിട്ട് മൂടിക്കെട്ടോ, അന്ധത പിടിപ്പിക്കും. എന്നിട്ട് നീ ഇതുവരെ പഠിച്ചതൊക്കെ ശൂന്യമാണെന്ന്, ഒന്നുമല്ല എന്ന് നിനക്ക് തന്നെ ബോധം വരുന്ന ഒരു അവസ്ഥയിൽ ഞാൻ നിന്നെ കൊണ്ടെത്തിക്കും. അന്നേരം നീ സീറോയാകും. ഇപ്പം നീ ആരാ? ഹീറോ. കാരണം ഗമാലിയലിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അങ്ങനെ ഗമാലിയലിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് പേരും പ്രശസ്തി പാണ്ഡിത്യവും അറിവുമുള്ള ശൗലിനെ, ഹീറോയായ ശൗലിനെ ദമസ്കോസിൻ്റെ പടിവാതിക്കലിട്ട് കർത്താവ് സീറോയാക്കി. എന്നിട്ട് 3-ാം സ്വർഗത്തോളം കൊണ്ടുപോയിട്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ നോക്കി. അപ്പോൾ വീണ്ടും ശൗല് ഹീറോയായി. അപ്പോൾ പറയുക, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നതെന്നാൽ, നമ്മൾ ഈ ലോകത്തിൽ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ഉയരത്തിൽ നമ്മൾ പ്രാപിക്കുകയാണ്. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ ഗൂഗിളിൽ നോക്കിയതും മറ്റിതര പുസ്തകങ്ങൾ നോക്കിയതും. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ പ്രാപിപ്പാൻ ഒരു എയിലേക്കും പോയില്ല. താങ്കൾ പറഞ്ഞല്ലോ സത്യമെന്താണ്, വാട്ട് ഈസ് ട്രൂത്ത് എന്ന് ജമനിയോട് ചോദിച്ചാൽ വളരെ ട്രൂത്ത് എല്ലാം ജമനി ഇങ്ങോട്ട് ചാടിച്ചു തരും എന്ന് പറഞ്ഞില്ലേ? വെറുതെ മിഥ്യാധാരണയാണ് സഹോദര. വചനത്തിൻ്റെ സത്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ജമനിയല്ല, ഗൂഗിളല്ല പറയേണ്ടത്. പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്ന വചനത്തിൻ്റെ മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ പഠിപ്പിച്ചു തരണം. അപ്പോൾ നിങ്ങൾക്ക് അറിവ് കിട്ടുവാൻ നിങ്ങൾ ജമനിയെയോ എഐയോ ഒക്കെ ആശ്രയിച്ചെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇനി വരാൻ പോകുന്നവൻ സംസാരിക്കുന്ന പ്രതിമ തന്നെ. അതിനോടല്ലേ നിങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ പഠിക്കുന്നത്? അവനല്ലേ ഇതൊക്കെ പറഞ്ഞു തരുന്നത്? 666 എന്നുള്ള സംഖ്യയുടെ പേരിൻ്റെ ഉടമയായ മൃഗം പറഞ്ഞു തരുന്ന സത്യമല്ലേ നിങ്ങൾക്കറിയാമുള്ളൂ? അതാണോ സത്യമെന്ന് നിങ്ങൾ ഒടുവിൽ തിരിച്ചറിയും. താങ്കൾ പറഞ്ഞല്ലോ കത്തോലിക്കർക്ക് 72 പുസ്തകവും മറ്റു ഇതര പ്രൊട്ടസ്റ്റൻറ്റും പെന്തക്കോസ്തുകാർക്ക് 66 പുസ്തകമുള്ളത്. താങ്കൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി 1500ഓളം വർഷങ്ങൾ ഈ പറയപ്പെടുന്ന പുസ്തകമാണ്. ഏത് അപ്പോക്രിഫ അടങ്ങിയ പുസ്തകമാണ് 1500ഓളം വർഷം ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അതിനുശേഷമാണ് ഈ മാർട്ടിൻ ലൂതർ വന്നാണ് അതിനൊക്കെ മാറ്റം വരുത്തി 66 പുസ്തകങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്തത് താങ്കളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ താങ്കൾ പറയുന്ന അപ്പോക്രിഫ അടങ്ങിയ ബൈബിളിൽ നിന്ന് ഞാൻ കാര്യം വായിച്ച് കേൾപ്പിക്കാം. താങ്കൾ നിഷേധിക്കരുത്. ഇതാണ് ബൈബിൾ, സത്യവേദ പുസ്തകമല്ല ബൈബിൾ.
അതിൽ ഈ ആമുഖം, അതായത് 13-ാമത്തെ പേജിൽ പ്രാമാണിക ഗ്രന്ഥം എന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗത്തു നിന്ന് ഞാൻ ചില കാര്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി എൻ്റെ പിന്നാലെ വന്നാൽ ഇവർ പറഞ്ഞ ആശയത്തിൻ്റെ നേരെ വൈരുദ്ധ്യമായ സത്യസന്ധമായ കാര്യങ്ങൾ ഇവരുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. വായിക്കാൻ പോകുക. ദൈവദത്തമായ പ്രവാദനാധികാരം ഉപയോഗിച്ച് വിശ്വാസികളുടെ സമൂഹത്തിന് നേതൃത്വം നൽകുന്നവർ പ്രാമാണികമായി അംഗീകരിക്കുന്ന ഗ്രന്ഥത്തെ കാനോനിക ഗ്രന്ഥം എന്ന് വിളിക്കുന്നു. ഒന്ന് വിശദീകരിക്കട്ടെ. കാനോനിക ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു ഗ്രന്ഥ സമൂഹത്തെ ക്രോഡീകരിച്ചെടുത്ത അവർ നേതൃത്വം വഹിച്ചവർ ദൈവദത്തമായ പ്രബോധനാധികാരം ഉപയോഗിച്ചുകൊണ്ടാണ്. മാനുഷികമായ ഒരു കടമ പോലെയല്ല, ദൈവദത്തമായ പ്രബോധന അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ. ഇനി താഴ്ത്തു വായിക്കാണ്. ക്രിസ്തുവർഷം 80-100 ഇവരിൽ ഇടയിൽ നടന്ന യാമിനീയ സമ്മേളനത്തിൽ വെച്ചാണ് യഹൂദ നേതാക്കന്മാർ അവരുടെ കാനോനിക ഗ്രന്ഥങ്ങൾ നിർണയിച്ചത്. ആരാണ് യഹൂദ നേതാക്കന്മാർ? നിന്ന് ചിന്തിക്കുക. എന്ന് പറഞ്ഞാൽ ദൈവം ആർക്കാണോ പ്രമാണം കൊടുത്തത് ആ കൂട്ടർ. ആരാണോ പ്രമാണത്തിൻ്റെ അവകാശികൾ? അവർ, ആ സമൂഹം. അവരുടെ ഇടയിൽ നിന്നും ദൈവദത്തമായ പ്രബോധന അധികാരമുള്ളവർ തിരഞ്ഞെടുത്ത പുസ്തകത്തെയാണ് കാനോനിക ഗ്രന്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ദൈവദത്തമായ പ്രബോധനാധികാരമുള്ളവർ കാനോനിക ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്താതെ ഏതെങ്കിലും പുസ്തകങ്ങളെ മാറ്റി നിർത്തിയെങ്കിൽ അവർക്കിത് സ്വീകരിക്കാനുള്ള ആ ഒരു പ്രചോദനം കൊടുത്തത് ആരാ? അല്ല, ദൈവദത്തമായ പ്രബോധനാധികാരമുള്ളവർ അവ തള്ളിക്കളഞ്ഞതാണ്. പിന്നെ നിങ്ങളിത് പൊക്കിക്കൊണ്ട് വന്നെങ്കിൽ നിങ്ങൾ ആ ദൈവത്തോട് മത്സരിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം? ദൈവം ആർക്ക് നിയോഗം കൊടുത്ത് അധികാരപ്പെടുത്തിയോ അവർ തള്ളിക്കളഞ്ഞ സാധനത്തെ നിങ്ങൾ പൊക്കിക്കൊണ്ട് വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തോട് മറുതലിക്കുകയല്ലേ ചെയ്തത്? മാത്രമല്ല, ഹെബ്രായ ഭാഷയിൽ ഉണ്ടായിരുന്ന ബൈബിൾ ഗ്രന്ഥങ്ങൾ മാത്രമേ പ്രാമാണികമായി അവർ സ്വീകരിച്ചുള്ളൂ. ഗ്രീക്ക്, ആരാമായ ഭാഷയിലുള്ളതും പല യഹൂദ സമൂഹങ്ങളും ബൈബിളിൻ്റെ ഭാഗമായി സ്വീകരിച്ചതുമായ മറ്റ് ഗ്രന്ഥങ്ങൾ അവർ അപ്രാമാണിക ഗ്രന്ഥമായി തള്ളി. കത്തോലിക്കരൊഴികെയുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ യഹൂദ നിലപാടാണ് സ്വീകരിച്ചത്. ഇവിടെ പറയുകയാണ്, ദൈവദത്തമായ പ്രബോധനാധികാരമുള്ളവർ അവർ വേണ്ട എന്ന് വെച്ച് തള്ളിക്കളഞ്ഞ സാധനത്തെ ഇവർ പൊക്കിക്കൊണ്ട് വന്നിട്ട് പറയുകയാണ്, ചില യഹൂദ സമൂഹങ്ങൾ അവ സ്വീകരിച്ചിരുന്നു. ഇനി എൻ്റെ ചോദ്യം, ഈ കാനോനിക ഗ്രന്ഥങ്ങൾ വേർതിരിച്ചെടുത്തവർ ദൈവദത്തമായ പ്രബോധനാധികാരമുള്ളവരാണെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കാതെ അവരുടെ തീരുമാനത്തെ അംഗീകരിക്കാതെ മാറി നിന്ന യഹൂദ സമൂഹം ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദൈവമായി ബന്ധമില്ല, ദൈവദത്തമായ പ്രബോധനാധികാരമുള്ളവരുടെ ശാഠ്യം പിടിച്ച് മത്സരിച്ച് മാറി നിൽക്കുന്നവരെ നിങ്ങൾ മുൻനിരയിൽ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് തിരഞ്ഞെടുപ്പിച്ചിട്ട് നിങ്ങളതിൻ്റെ വക്താക്കളാകുന്നുവെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ തന്നെ, നിങ്ങളുടെ സാക്ഷ്യപ്പെടുത്തൽ തന്നെ നിങ്ങൾ ദൈവദത്തമായ പ്രബോധനാധികാരമുള്ളവരെ മറുതിരിച്ച് നിന്ന കൂട്ടരല്ലേ റോമൻ കത്തോലിക്കരെന്ന് നിങ്ങളുടെ ബൈബിളിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതാ തെളിയിക്കപ്പെടുകയാണ്. മാത്രമല്ല, അവർ ഒഴിവാക്കപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. യഹൂദന്മാരുടെ കാനോനിക ഗ്രന്ഥങ്ങൾക്ക് പുറമെ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന തോബിത്ത്, യൂതിത്ത്, ജ്ഞാനം, പ്രവാചകർ, ബാറൂക്ക്, മക്കാബേർ, ദാനിയേലിൻ്റെ ചില ഭാഗങ്ങൾ, എസ്തർ എന്നിങ്ങനെ അങ്ങനെ പഴയ നിയമത്തിന് 45, പുതിയ നിയമത്തിന് 27 ഗ്രന്ഥങ്ങൾ കാനോനികമായി കത്തോലിക്ക സഭ അംഗീകരിച്ചു. ഇപ്പോൾ പറഞ്ഞ 7 പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളെ കാനോനികമായി കത്തോലിക്ക സഭ അംഗീകരിച്ചു. ഇനി ഒന്ന് നിന്ന് ചിന്തിക്കുക. ആദ്യം പറഞ്ഞ ഒരു കൂട്ടം ഗ്രന്ഥങ്ങളുണ്ടല്ലോ കാനോനികമായി അവരംഗീകരിച്ച, ആര്? യഹൂദ മതത്തിൽപ്പെട്ടവർ. മാത്രമല്ല, ദൈവദത്തമായ പ്രബോധന അധികാരം ഉള്ളവർ തിരഞ്ഞെടുത്ത പുസ്തകങ്ങൾക്ക് പുറമെ
അവർ തള്ളിക്കളഞ്ഞ പുസ്തകങ്ങൾ വേറെ പെറുക്കിക്കൊണ്ട് വന്നിട്ട് ആ കൂട്ടത്തിൽ കൂട്ടി അവയാണ് കാനോനികമെന്ന് പറയുന്നു എങ്കിൽ നിങ്ങൾ മനഃപൂർവ്വമായി മറുതലിച്ച് നിൽക്കുന്ന ആരോടാണ്? ദൈവദത്തമായ സമൂഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ദൈവത്തെയാണ് ഉദ്ദേശിച്ചത്? പ്രമാണത്തിൻ്റെ അവകാശി ആര്? യഹൂദന്മാരല്ലേ? അതിൻ്റെ ഉടമയാര്? യഹൂദന്മാരല്ലേ? അവർ തള്ളിക്കളഞ്ഞ സാധനത്തെയല്ലേ നിങ്ങൾ പൊക്കിക്കൊണ്ടുവന്നത്? എന്നിട്ട് അതിനെ ഞങ്ങൾ അംഗീകരിക്കണമെന്ന്. ഇപ്പോൾ സഹോദര, താങ്കൾക്ക് മനസ്സിലായോ? ഈ പുസ്തകങ്ങൾ, ഈ അപ്പോക്രിഫി എന്ന് പറയുന്ന പുസ്തകങ്ങൾ പെന്തക്കോസ്തുകാരും പ്രൊട്ടസ്റ്റന്റുകാരും അംഗീകരിക്കാത്തതിൻ്റെ കാരണം മനസ്സിലായോ? അത് കത്തോലിക്കരും അറിഞ്ഞിരിക്കണം, പ്രൊട്ടസ്റ്റന്റുകാരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനൊന്ന് പറയുകയാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് കത്തോലിക്കരും അറിഞ്ഞിരിക്കണം, പ്രൊട്ടസ്റ്റന്റുകാരും അറിഞ്ഞിരിക്കണം. ഇനി കത്തോലിക്ക സഹോദരന്മാരോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന 7 പുസ്തകങ്ങളുണ്ടല്ലോ അധികമായിട്ട്, ഒന്നാമതൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊക്കെ പുറജാതിക്കാരാണ്. നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന വചനവും പ്രമാണവും തന്നിരിക്കുന്ന പുതിയ നിയമത്തിലാണ്. എന്നാൽ പഴയ നിയമത്തിൽ നമ്മുടെ രക്ഷയ്ക്കുള്ളത് ഒന്നുമില്ല. അതിനകത്ത് പരിശുദ്ധാത്മാവിൽ സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന, മറച്ചു വച്ചിരിക്കുന്ന ചില വചനദൂതുകൾ, വചന വെളിപ്പാടുകളുണ്ട്. അത് ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവർക്കറിയാം. ചിലർ പറയും പഴയ നിയമത്തിലുള്ള പുസ്തകമൊന്നും പഠിക്കേണ്ട, വായിക്കേണ്ട. കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഒരു വീഡിയോ കേട്ട് ആലപ്പുഴയിൽ നിന്ന് ഒരു പ്രായമുള്ള അപ്പച്ചൻ, പാവം, അദ്ദേഹത്തിൻ്റെ നല്ല തീക്ഷ്ണതയോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. അദ്ദേഹം എന്നോട് പറയുക, താങ്കൾക്ക് പറ്റിയ കുഴപ്പം പഴയ നിയമവും പുതിയ നിയമവും കൂട്ടിച്ചേർത്ത് താങ്കൾ പറയുന്നതാണ് താങ്കൾ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞ്. എന്നിട്ട് ഉദാഹരണം പറഞ്ഞ് കേൾക്കണം. പഴയ തുണി പുതിയ തുണിയോട് കൂട്ടി തുന്നിച്ചേർക്കരുത് എന്ന് പറഞ്ഞാൽ പഴയ നിയമം പുതിയ നിയമത്തോട് കൂട്ടിച്ചേർക്കരുത്. ഞാൻ പറഞ്ഞതിൻ്റെ പൊന്നപ്പച്ച, ഇത് എന്നോടല്ല പറയണ്ടേ, ബൈബിൾ സൊസൈറ്റിയോട് പറ. ഇനി പുസ്തകം അടിക്കുമ്പോൾ പഴയ നിയമം പുതിയ നിയമത്തോട് കൂട്ടി തുന്നിച്ചേർക്കില്ലെന്ന് അവരോട് പറ. എന്നോട് പറഞ്ഞിട്ടില്ല കാര്യം, എനിക്ക് കിട്ടിയതല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ പഴയ നിയമത്തിൽ യഹൂദന്മാർക്കുള്ള പ്രമാണങ്ങൾ, അവർ പറഞ്ഞിരുന്ന, അവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇത്ര വേദനപ്പെടേണ്ട കാര്യം എന്താണെന്ന് പ്രിയ സഹോദരൻ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. പുതിയ നിയമ വിശ്വാസപ്രകാരം, കർത്താവിൻ്റെ പ്രമാണപ്രകാരം ഒരു പുറജാതിക്കാരൻ രക്ഷിക്കപ്പെടുവാനും ആത്മാവിലും സത്യത്തിലും വേർപാടിനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവം അനുഷ്ഠിക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അനുഷ്ഠിക്കാനും പോകേണ്ടുന്ന വഴികളെ പോകുവാനും പ്രയോജനമുള്ള സകല കാര്യങ്ങൾ പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലില്ലേ? പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട്, ഞാൻ എൻ്റെ അടുത്ത എപ്പിസോഡിൽ അവതരിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാത്തതെന്നും നിങ്ങൾ പറയുന്ന അപ്പോക്രിഫ പുസ്തകത്തിൽ തന്നെ ഈ സഹോദരൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിന് തെളിയിച്ചിരിക്കും. നിങ്ങൾ ചില ഉപദേശങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. താങ്കൾ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? മക്കാബേരുടെ പുസ്തകം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ്. ഞാൻ അതിന് സഹോദര, നിങ്ങൾ കാണാത്ത വാക്യങ്ങൾ, നിങ്ങൾ കേൾക്കാത്ത വിശദീകരണങ്ങൾ, നിങ്ങൾ ഗ്രഹിക്കാത്ത വലിയ മർമ്മങ്ങൾ അതിന് പുറത്തു കൊണ്ടുവരാൻ സർവശക്തൻ സഹായിക്കും. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. എന്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റുകാരും പെന്തക്കോസ്തുകാരും അപ്പോക്രിഫ എന്നുള്ള പുസ്തകം അപ്പോക്രിഫ പുസ്തകങ്ങൾ ഉപയോഗിക്കാത്തത് എന്തെന്ന് തെളിവുകൾ സഹിതം അടുത്ത വീഡിയോയിൽ വരും. അതിൻ്റെ പ്രാഥമിക കാരണം ഞാൻ പറയുന്നു, ദൈവദത്തമായ പ്രബോധന അധികാരമുണ്ടായിരുന്ന നിക്ഷിപ്തമായിരുന്ന ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സമൂഹത്തെ തള്ളിക്കളഞ്ഞ ഗ്രന്ഥങ്ങളാണ്. എന്നിട്ട് നിങ്ങളിത് പൊക്കിക്കൊണ്ടുവന്നപ്പോൾ തള്ളിക്കളഞ്ഞ പുസ്തകങ്ങളോടുള്ള നിങ്ങളുടെ അമിതമായ കൂറും ദൈവദത്തമായ പ്രബോധന അധികാരമുള്ള സമൂഹത്തോടുള്ള നിങ്ങളുടെ വെറുപ്പും അവയെ അയച്ച അവരെ അതിന് നിയോഗിച്ച ദൈവത്തോടുള്ള മറുതലിപ്പും വളരെ വ്യക്തമായി കഴിഞ്ഞു. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള കാര്യങ്ങൾ കേൾക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മളെ വചന സത്യങ്ങൾ കൂടുതലായി തെളിയിച്ചു തരുവാൻ സർവശക്തൻ സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിനായി സഹകരണത്തിനായി നന്ദി. ഈ സത്യവചനം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുവെങ്കിൽ, അനേകർ ഇരുളിൻ്റെ പാതയിൽ നിന്നും സത്യ വെളിച്ചത്തിലേക്ക് കടന്നു വരാൻ, മൂഢവിശ്വാസത്തിൽ നിന്നും സത്യവിശ്വാസത്തിൽ കടന്നു വരാൻ, പാപത്തിൻ്റെ
പ്രമാണരഹിതമായ ആരാധനയിൽ നിന്ന് പ്രമാണസഹിതമായ ആരാധനയ്ക്ക് കടന്നു വരുവാൻ, നിത്യശിക്ഷാവധിയിൽ നിന്നും നിത്യരക്ഷയിലേക്ക് കടന്നു വരുവാൻ സഹായകരമായി തീരും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷ ചെയ്യാം. ഞാനിതിനെ അവതരിപ്പിച്ചെന്ന് മാത്രമുള്ളൂ, പ്രചരിപ്പിക്കുവാൻ നാം എല്ലാം തുല്യമായി കർത്താവിന് വേണ്ടി സേവ ചെയ്യാമെന്ന് പറഞ്ഞു അതിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.